കഴിഞ്ഞു, ചിത്രം തുടങ്ങി. ഇവിടെയും അപരന്മാരുണ്ട്. നേരത്തെ ഒരു തിക്താനുഭവം ഉണ്ട് ഒരു തെരഞ്ഞെടുപ്പ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് 2009 868 വോട്ടിനാണ് 10 ലക്ഷം വോട്ടർമാരുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ അന്ന് പരാജയപ്പെട്ടത്. അന്ന് 5 അപരന്മാരുണ്ടായിരുന്നു. അപരന്മാരെ കൂടി എനിക്ക് ഒന്ന് 10,000-ന് മുകളിൽ വോട്ട് പിടിച്ചു. ഇവിടെ 2 മുഹമ്മദ് റിയാസ്മാരുണ്ട്. ജയ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി പോകുന്നവരാണ്. അപ്പം അതൊന്നും പ്രബുദ്ധരായ വോട്ടർമാരാണ്. ഇതൊന്നും വോട്ടർമാർ സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളല്ല. ചില വേറെ എന്തെങ്കിലും വിഷയം മറ്റു കാര്യങ്ങൾക്ക് ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വലിയ സുഹൃത്താണ് അദ്ദേഹത്തിനെതിരെ ചില അധിക്ഷേപമൊക്കെ നടക്കുന്നു. ഇപ്പം നടപടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പോലീസ്. ഇത്തരം അധിക്ഷേപങ്ങളെ എങ്ങനെ കാണും? അത് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അതൊന്നും. ഈ വ്യക്തിഹത്യയും ഇത്തരം പ്രചരണങ്ങളൊന്നും തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിൽ വിയോജിപ്പുണ്ടാകാം. പക്ഷെ അദ്ദേഹം ഒരു ബഹുമാന്യനായ വ്യക്തിത്വമാണ്. ഒരിക്കലും ഒരാളോടും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ശരിയല്ല, അത്തരം പ്രചരണങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അത് ശരിയായ രീതിയല്ല. ഒരിക്കലും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ശക്തമായ നിലപാട് അത്തരം വിഷയങ്ങളിൽ പൊതുവെ സ്വീകരിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്. നിയമപരമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയും സംസ്ഥാന നേതാക്കന്മാർ. അതുപോലെ തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടായേക്കാം, അത് രാഷ്ട്രീയമായ വിയോജിപ്പുകളായിട്ട് പോകാം. പക്ഷേ ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വികസനം വലിയ നിലയിൽ അനുകൂലമായിട്ടാണ് കാണുന്നത്. വോട്ടർമാരെ കാണുമ്പോൾ പ്രധാനമായ ആളുകൾ ഈ വികസനമാണ് പറയുന്നത്. ഇപ്പോൾ ഈ മണ്ഡലത്തിലൊക്കെ ആണെങ്കിൽ വികസന പ്രവർത്തനത്തെ വലിയ നിലയിൽ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ രാമനാട്ടുകര ഭാഗത്ത് വോട്ട് വെച്ച് പോയപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായതിനെക്കുറിച്ച് എല്ലാവരും എടുത്തു പറയുകയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതി, UDF ഭരിക്കുമ്പോൾ മുടങ്ങിപ്പോയ പദ്ധതിയാണ് ദേശീയപാത 66. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായ ഒരു സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ തയ്യാറായി. 5600 കോടി. കോഴിക്കോട് ബൈപ്പാസ് ആകെ ഇല്ലാതായി പോയ സ്ഥിതിയായിരുന്നു. ആ തുടക്കം നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ഗവൺമെൻറ് വലിയ നിലയിൽ ഇടപെട്ടു, ബൈപ്പാസ് വന്നു. ഇപ്പോൾ ഈ മണ്ഡലത്തിലുള്ളവർക്ക് അതിൽ വലിയ ഗുണം കിട്ടുന്നുണ്ട്. കാരണം ആ ബൈപ്പാസ് ഇല്ലായിരുന്നെങ്കിൽ മലപ്പുറം ഭാഗത്ത് വരുന്ന വാഹനങ്ങളൊക്കെ ഈ മണ്ഡലത്തിലൂടെയാണ് കോഴിക്കോട്ടേക്ക് പോകേണ്ടത്. ഫറോക്ക്, ചുങ്കം, പേട്ട, അരീക്കാട്, മീൻചന്ത അങ്ങനെ പോകണം. അത്ര ബ്ലോക്കായി. രണ്ടാമത്തത്, മണ്ഡലത്തിലുള്ളവർക്ക് പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയോ മറ്റാവശ്യങ്ങൾ വന്നാൽ ഇപ്പോൾ പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ കോഴിക്കോട് ബൈപ്പാസ് വലിയ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് വോട്ടാകുന്നതിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണമായി മാറിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ വോട്ടർമാരെ സമീപിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ. രാഹുൽ ഗാന്ധി വരുന്നതും കോഴിക്കോടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം 5-ന് നേരത്തെ പ്രഖ്യാപിച്ച ഗ്യാരണ്ടി കാർഡൊക്കെ പുറത്തിറക്കുകയാണ്. സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര, പെൺകുട്ടികൾക്ക് മാസം പഠിക്കുന്ന കുട്ടികൾക്ക് പേയ്മെന്റ്, ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ്, അങ്ങനെ വലിയ പദ്ധതികളൊക്കെ വരികയാണ്. പിടിച്ചേക്കാൻ കഴിയുമോ? അല്ല, അദ്ദേഹം വരണമല്ലോ. അദ്ദേഹം ദേശീയ നേതാവല്ലേ. തീർച്ചയായിട്ടും അദ്ദേഹം വരണം. എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ദേശീയ സംസ്ഥാന നേതാക്കന്മാരൊക്കെ വന്ന് ആ പ്രസ്ഥാനങ്ങൾ ഉയർത്തുന്ന നിലപാടുകൾ പറയണം. അപ്പോൾ നിങ്ങൾ കാർഡിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നേറ്റിവിറ്റി കാർഡ് ഒരു ചർച്ചാ വിഷയമാവും. പൗരത്വ നിയമത്തിനെതിരെ ഒരു പരിചയമാണ് നേറ്റിവിറ്റി കാർഡ്. ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ മാത്രം നേറ്റിവിറ്റി കാർഡ് പ്രഖ്യാപിക്കുന്നു, അത് നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനം കൈക്കൊള്ളുന്നു? എന്തുകൊണ്ട് കർണാടകയിൽ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അതില്ല? എന്തുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ അതില്ല? അതൊക്കെ ചർച്ചയാവും. നിങ്ങൾ കാർഡിൻ്റെ പറഞ്ഞുകൊണ്ട് കാർഡ് എന്തായാലും ചർച്ചയാവും. അത് നേറ്റിവിറ്റി കാർഡായിരിക്കും തെരഞ്ഞെടുപ്പിലെ ഒരു ചർച്ചാ വിഷയം. നേറ്റിവിറ്റി കാർഡ് കൊണ്ട് നേരിടും. അങ്ങനെയല്ല, ഗ്യാരണ്ടി കാർഡ് ഇപ്പം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും
നേറ്റിവിറ്റി കാർഡ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ചർച്ചാ വിഷയം. ഞങ്ങളിപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ഒക്കെ സംസാരിക്കും അതാണ്. അതുപോലെ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കില്ല എന്ന് വാചക കസർത്തല്ല, ഇവിടെ വിജ്ഞാപനം ഇറക്കി. എന്തേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വിജ്ഞാപനം ഇറക്കാൻ തയ്യാറാകാത്തത്? ഈ ചോദ്യവും പ്രധാന പ്രശ്നമാണ്. അപ്പോൾ എന്ത് കാർഡ് വേണം ഇറക്കിക്കോട്ടെ, ഈ തെരഞ്ഞെടുപ്പിലെ കാർഡ് നേറ്റിവിറ്റി കാർഡാണ്. നേറ്റിവിറ്റി കാർഡ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാണ്. ഈ ഡീലിനെ പറ്റിയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ ഇതിന്റെ ഒരു മാതൃക പണ്ട് കണ്ടതാണ്. ഈ കോലീബി എവിടെ ഞങ്ങൾ ചവിട്ടുന്നു ബേപ്പൂരിൽ അതാ പറയുന്നത്. ഈ സ്ഥലത്ത് തന്നെയാണ് പെട്ടെന്ന് വാന്നിട്ടുണ്ട്. അല്ലല്ല ബേപ്പൂരിന്റെ മണ്ണ് ചവിട്ടിയിട്ട് ഡീലിനെ കുറിച്ച് പറയുമ്പോ കോലീബി കണ്ട മണ്ണാണിത്. കോൺഗ്രസ്, ലീഗ്, BJP, ഡോക്ടർ മാധവൻകുട്ടി, ശ്രീ KG മാരാരുടെ ആത്മകഥയിലുണ്ട് ഡീലിനെ പറ്റി 40 മണ്ഡലങ്ങൾ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ എടുത്താൽ നിയമത്തെ അക്കൗണ്ട് തുറന്നത് വരെ BJP നിയമസഭയിൽ നിയമത്തിലൂടെ അക്കൗണ്ട് തുറന്നത് വരെ നമ്മുടെ മുമ്പിലുണ്ട്. കോൺഗ്രസ് എങ്ങനെയാണ് BJPയെ സഹായിച്ചത്? കോൺഗ്രസിനെ പ്രതീക്ഷയോടെ വിജയിപ്പിച്ച കർണാടക, BJPക്കെതിരെ ഒരു ഗവൺമെന്റ് വരട്ടെ എന്ന് പ്രതീക്ഷിച്ച് വിജയിപ്പിച്ച കർണാടകയിൽ ബുൾഡോസർ കൊണ്ടല്ലേ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടുകൾ തകർക്കുന്നത്? എന്തേ കേരളത്തിലില്ലാത്തത്? ഇടതുപക്ഷമുള്ളതുകൊണ്ടാ? ശബ്ദമില്ലാത്തതുകൊണ്ട് അധികം പറയുന്നില്ല. ഇടതുപക്ഷമുള്ളതുകൊണ്ടാ? എന്തേ അവിടെയൊക്കെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിലില്ലാതിരിക്കുന്നത്? ഇടതുപക്ഷമുള്ളതുകൊണ്ടാ? അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കറിയാം. അജണ്ടയെ വഴിമാറ്റാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുവന്നാലൊന്നും ജനം സ്വീകരിക്കില്ല. താങ്കൾക്കെതിരെ ഇപ്പൊ പ്രത്യേകിച്ച് ഒരാൾ ബേപ്പൂരില് ഞങ്ങളുടെ മുമ്പിൽ ഒറ്റ വിഷയമുള്ളൂ. ഇത് അമിത ആത്മവിശ്വാസത്തിലോ അഹങ്കാരത്തിലോ പറയല്ല. ഒറ്റ വിഷയം 2021 സർവകാല റെക്കോർഡ് LDFന്റെ വോട്ട് 82,000 മറികടക്കണം. അത് ഞങ്ങൾ മറികടക്കും. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇടപെടുന്നത്. ഇത് അഹങ്കാരം കൊണ്ടോ അമിത ആത്മവിശ്വാസം കൊണ്ടോ പറയുന്നില്ല. ജനങ്ങളുമായി ദൈനംദിനം ബന്ധപ്പെടുമ്പോൾ അതിലൂടെ മനസ്സിലാവുന്ന കാര്യമാണ്. എല്ലാവരും വോട്ടും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇത്തവണ വോട്ട് ലഭിക്കും. അതോടൊപ്പം പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി, രാഷ്ട്രീയ വിശ്വാസ്യത ബേപ്പൂര് തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട കൂടിയാണ്. അപ്പോൾ എല്ലാ നിലയിലും സർവകാല റെക്കോർഡ് വോട്ട് വാങ്ങുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിൽ ഞങ്ങൾ എത്തും. താങ്ക് യു.